കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ ഭക്തന്മാരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുക എന്നതിനൊപ്പം തന്നെ സത്യ അന്വേഷികളായിട്ടുള്ള, അതായത് ഗുരുക്കന്മാരെ അന്വേഷിക്കുന്നവർക്ക് ഒരു ഗുരുകുലം, ഗുരുവിൻ്റെ യഥാർത്ഥ ഗുരുവിൻ്റെ ഒരു സ്ഥലം പരിചയപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ. ഇന്ന് നമുക്ക് പല അതിഥികളും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശരിക്ക് സതീശകുമാരൻ നായരാണ്. സാറിനെ സംബന്ധിച്ചോളം ഭഗവാന്റെ ആശ്രമം, അതായത് അധ്യാത്മ ചിന്താലയ ആശ്രമം കുടികൊള്ളുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ശരിക്ക് വില്ലേജ് ഉണ്ട്. പീരണകാവ് വില്ലേജാണ്. പീരണകാവ് വില്ലേജിലെ വില്ലേജ് ഓഫീസർ ആയിരുന്ന ആളാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ സതീശകുമാരൻ സാറ് അദ്ദേഹത്തിൻ്റെ ഭഗവാനുമായിട്ട് ശരിക്കും ഒരു പ്രാവശ്യമേ ഭഗവാനെ കണ്ടിട്ടുള്ളൂ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ കാണാത്തവർ ഇവിടെ വന്ന് അനുഭവങ്ങൾ പങ്കുവച്ചു. ഭഗവാനെ കണ്ട് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവർ ഇപ്പോഴും വിസമ്മതിച്ച് നിൽക്കുകയാണ്. കാരണം ഞാൻ ഇനി ഇതൊക്കെ വന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ അറിഞ്ഞ് മറ്റാരെങ്കിലും അവിടെ വന്ന് ഈ അനുഭവങ്ങൾ കിട്ടി അവർ രക്ഷപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന വളരെ മനുഷ്യസ്നേഹികളായിട്ടുള്ള, രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ധാരാളം ആശ്രമത്തിലുള്ളത് കൊണ്ട് അവർക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. അവർ 40 വർഷത്തെ 50 വർഷത്തെ പാരമ്പര്യമൊക്കെ വെളിയിൽ പറയും കടവരാന്തയിൽ. പക്ഷേ അത് ഭക്തരെ മുമ്പേ അല്ലെങ്കിൽ ഭക്തർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ അവർക്ക് പലപ്പോഴും താല്പര്യക്കുറവുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്ന സതീശകുമാരൻ സാറിനെ ഭഗവാന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. അങ്ങയുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധവും ഭഗവാനെ കുറിച്ച് പറയാനുള്ളതും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഭഗവാനെ, ഞാൻ ഭഗവാനെ ഒരൊറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്ക പോയിരിക്കാനായിട്ട് ഒരിക്കൽ അവസരമുണ്ടായി. അതായത് ഭഗവാന്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന വീരണകാവ് വില്ലേജിലെ വില്ലേജ് ഓഫീസറായിട്ടാണ് ഞാനവിടെ പോകുന്നത്. വില്ലേജ് ഓഫീസർ ആയിരുന്നു, അതിന് ശേഷമാണ്. അപ്പോൾ ഇതിൽ പലരും പറയുന്ന അനുഭവ കഥകൾക്ക് വ്യത്യസ്തമായ ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഭഗവാന്റെ സന്ദേശം, അതായത് വില്ലേജ് ഓഫീസർ എന്ന ഒരു പൊതു കൺസെപ്റ്റുണ്ട്, കൈക്കൂലി മേടിക്കുന്നതാണ്. എന്നാൽ ജനങ്ങൾക്ക് വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. അതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ എൻ്റെ അടുക്കൽ ഭഗവാന്റെ സന്ദേശം ആദ്യമായിട്ട് വരുന്ന കൈക്കൂലിയുടെ രൂപത്തിലാണ്. അത് അങ്ങനെ നിൽക്കട്ടെ, അത് വിവരിക്കാം. ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ.
ഞാൻ ജനിച്ചു വളർന്നത് വെള്ളായണിക്കടുത്ത് ഉള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്, കാർഷിക മേഖലയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. ബാല്യകാലം എന്ന് പറയുന്നത് വളരെയേറെ ദുർഘടങ്ങൾ പിടിച്ച, അതായത് ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു. അതായത് 7.5 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. 11 വയസ്സുള്ളപ്പോൾ ഏക അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ബികോം സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുക, MG കോളേജിൽ, വലിയൊരു അത്ലറ്റൊക്കെ ആയിരുന്നു, MG കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൻമോഹൻ സാർ പ്രിൻസിപ്പാളായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നത് എൻ്റെ അമ്മയുടെ ഏക മകനായ ഞങ്ങൾ 3 അംഗങ്ങളാണ് ആ കുടുംബത്തിൽ അവശേഷിച്ചത്. അപ്പോൾ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്, ഞങ്ങളിങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മൂമ്മ ഒരുപാട് പദ്യങ്ങളിരുന്ന് കാണാപ്പാടായിട്ട് പറയും. അപ്പോൾ അമ്മൂമ്മ ഇത് പറയുന്ന സമയത്ത് ഞാൻ ഉണരും. അതിങ്ങനെ കേട്ട് അത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൂടുതൽ തുടരും. അതിങ്ങനെ കേട്ട് എനിക്ക് കാണാപ്പാടായി. ഞാനും ഇങ്ങനെ പാടി നടക്കും. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാമായണത്തിലെ വാൽമീകി പ്രവേശനം, അഗസ്ത്യ പ്രവേശനവും ആദിത്യ സ്തുതിയും ആദിത്യ ഹൃദയ മന്ത്രവുമാണ് ഈ അമ്മമ്മ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഈ ആധ്യാത്മിക മാർഗത്തിലേക്കും ഭക്തിയിലേക്കും എന്നെ നയിച്ച ആദ്യ ഘടകം. അങ്ങനെ ഇരിക്കെ എന്നെ ബാല്യകാലത്തിൽ തന്നെ ഒരു വ്യാധി പിടിപെട്ടു. അത് മെഡിക്കൽ കോളേജിൽ ചികിത്സയൊക്കെ നടത്തി, ദീർഘകാലം ചികിത്സ നടത്തി. അപ്പോൾ എന്നെ അമ്മ സൂര്യ നമസ്കാരം ചോദിച്ചു. ഇപ്പം സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് 14 അല്ലെങ്കിൽ 13 സ്റ്റേജസ് ഓഫ് യോഗ ഉള്ള, അത് ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇന്ന് അന്യം നിന്ന് പോയ ഒരു ആചാര ചടങ്ങാണ് സൂര്യ നമസ്കാരം ചെയ്യുക. അത് എല്ലാ ഞായറാഴ്ചകളിലും വ്രതത്തോടു കൂടി മുറ്റത്ത് ചാണകം ഗണപതി വെച്ച് തെറ്റിപ്പൂ എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തിട്ട് പോരാ, അതിൻ്റെ നാമ്പെടുത്തിട്ട് അതിൽ ഭസ്മവും ചന്ദനം എടുത്തിട്ട് ഉദയസൂര്യനെ നോക്കി ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് അതിലർപ്പിക്കുന്ന, പണ്ട് പൊങ്കാലയൊക്കെ ഇട്ട് പൊങ്കാല അത് നിർത്തുന്നത് പൊങ്കാലയിട്ടാണ് നിർത്തുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു SLC കഴിയുന്നത് വരെയൊക്കെ അത് തുടർന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു 13 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് ദേവപൂജ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പൗർണമി പൂജ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു 40 വയസ്സ് വരെയൊക്കെ തുടർന്നിട്ടുണ്ടാകും. അങ്ങനെ ഇരുന്ന് SLC ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ആധ്യാത്മിക ഫീൽഡുമായിട്ട് എന്തെങ്കിലും റൈറ്റിങ്സോ ഒക്കെ പബ്ലിഷിങ്ങോ ഒക്കെ കണ്ടാൽ ഞാൻ വായിക്കും. ലൈബ്രറിയിൽ നിന്ന് സ്ഥിരമായിട്ട് ബുക്കെടുത്ത് റീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും അല്ല ഞാൻ. അക്കാഡമിക് സ്റ്റഡീസിന് എന്തുണ്ടോ അത് സ്റ്റഡി ചെയ്യും. SLC ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആധ്യാത്മിക ഫീൽഡിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ആചാര്യന്മാരിരിക്കുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നു, ആശ്രമങ്ങൾ അന്വേഷിച്ച് തുടങ്ങി. ഡിഗ്രി തലത്തിലെത്തിയപ്പോൾ അതിൻ്റെ തീവ്രത കൂടി. ഞാൻ ഇങ്ങനെ പലയിടും അലഞ്ഞു. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ചേങ്കോട്ടോണം സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ പ്രഭാഷണങ്ങളാണ്. എന്നെ വളരെയേറെ സ്വാധീനം. അദ്ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ വേദവും മോഡേൺ സയൻസുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്ത് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തും. അതൊക്കെ എനിക്ക് വളരെ അട്രാക്റ്റീവായിരുന്നു. ഞാനത് ശ്രദ്ധിച്ച് കേൾക്കും, പഠിക്കും. അപ്പം ഈ ആശ്രമങ്ങളും സ്വാമിമാരെയൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് അവരിലാരും എൻ്റെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഡിഗ്രി തലം കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയപ്പോൾ എന്നെ ഒരു ഗുരുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടെത്തിച്ചു. അത് അദ്ദേഹമാണെങ്കിൽ ഒരു കട്ടിലിൽ ഇരിപ്പാണ്. കുഷ്ഠരോഗം വന്ന് അസുഖം പൂർണ്ണമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിലൊരു ഊണ്ട് ക്യൂറാവാതിരിക്കുമായിരുന്നു. അതെപ്പോഴും ഡ്രസ്സ് ചെയ്ത് വെച്ചു. അത് ചിലപ്പോഴും ഗ്യാസും വരും. അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ജാതകം എഴുത്തും എണ്ണച്ചായ പടങ്ങൾ വരയ്ക്കും. 2 രീതിയിൽ വരയ്ക്കും. അതായത് വെസ്റ്റേൺ സ്റ്റൈലിലും വരയ്ക്കും, അദ്ദേഹം രാജാ രവിവർമ്മ മോഡലിലും വരയ്ക്കും. അപ്പോൾ അദ്ദേഹം കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഒക്കെ കേട്ട് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ ഭക്തിമാർഗത്തിലും ആത്മീയ മാർഗത്തിലും എല്ലാം ആണ് എന്ന് മാത്രമല്ല ഒരു വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് അദ്ദേഹത്തെ എനിക്ക് വിളിക്കാമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അച്ഛൻ ശ്രീമൂലം തിരുനാൾ മഹാരാജൻ്റെ കാലത്ത് ഇവിടെ സായിപ്പന്മാർക്ക് വേണ്ടി ദി കോഞ്ച് എന്ന ഇംഗ്ലീഷ് ഡെയിലി ഇറക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഗുരുനാഥൻ ഏതോ വലിയൊരു സ്വാമിയായിരുന്നു.
അദ്ദേഹത്തിന് നിന്നാണ് ഇദ്ദേഹത്തിന് ശിക്ഷണം കിട്ടിയതും അദ്ദേഹം കൊടുത്ത ശ്രീചക്രമാണ് എൻ്റെ ഗുരുനാഥൻ്റെ അച്ഛൻ വച്ചു പൂജിച്ചത്. അദ്ദേഹം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ, അതേപോലെ ചട്ടമ്പി സ്വാമികൾ, ഇവരുടെ കാലഘട്ടത്തിൽ സമകാലികനായിരുന്നു, അവരുടെയൊക്കെ സുഹൃത്തായിരുന്നു. ഇവർ മൂവരും അയ്യാഗുരു സന്നിധിയിൽ സമ്മേളിക്കും മിക്കവാറും ദിവസങ്ങളിൽ. അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥനെ അദ്ദേഹം ജ്യോതിഷം പഠിപ്പിച്ചു. അതിൽ അദ്ദേഹം സർവജ്ഞ പീഠം കയറിയ ആളാണ്. ഗുരുനാഥനെ ജ്യോതിഷം പഠിപ്പിച്ചു. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ എല്ലാം ചെയ്തു. എന്നിട്ട് ഗുരുനാഥൻ വടക്കേ ഇന്ത്യയിൽ എവിടെയൊക്കെ പോയി മറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്തു. ഇവിടെ വന്ന് അദ്ദേഹം ഒരു ഡ്രാമ കമ്പനി തുടങ്ങി. അങ്ങനെയൊക്കെ ജീവിച്ച് ലാസ്റ്റിൽ ആണ് അദ്ദേഹം മാരീഡ് അല്ലായിരുന്നു, ഗൃഹസ്ഥാശ്രമിയായിട്ട് വീട്ടിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് അദ്ദേഹത്തെ പരിഹരിച്ചത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലശേഷം, അച്ഛൻ്റെയും അമ്മയുടെയും കാലശേഷം. അപ്പോൾ അദ്ദേഹം ഈ മകനെ ജ്യോതിഷമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ലാസ്റ്റിൽ പറഞ്ഞു എൻ്റെ ഡെത്ത് കണ്ടെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കണക്കൂട്ടി പറഞ്ഞു ഇന്ന ഡേറ്റ് ആയിരിക്കും, ടൈം എപ്പോഴും അത് ഇന്ന ടൈമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛന് ഇന്ന ദിവസം പോകുമെന്നും അറിയാം, മകന് അച്ഛൻ ഇന്ന ദിവസം പോകുമെന്നും അറിയാം. അപ്പോൾ മരിക്കുന്നതിൻ്റെ തലേനാൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് അല്പം ഒന്ന് മയങ്ങണം, ഞാൻ റൂമിൽ കയറി കതവ് ചാരിയിരിക്കാം, വൈകിട്ട് ചായയ്ക്ക് സമയമാകുമ്പോഴേ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. വൈകിട്ട് ചായയ്ക്ക് സമയമായി വന്നു, അദ്ദേഹം ചായ കഴിച്ചു. രാത്രിയിൽ അപ്പോൾ എന്നും അദ്ദേഹം യോഗയും പ്രാണായാമവും ഒക്കെ ചെയ്യും. അപ്പോൾ രാത്രിയിൽ തലേദിവസം രാത്രിയിൽ ചെയ്യാൻ നേരത്ത് എൻ്റെ സാറിനെ കൂടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ലെവിറ്റേഷൻ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് എൻ്റെ സാറിന് കാട്ടിക്കൊടുത്തു. അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, സാറിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ടൈമായി അദ്ദേഹം പോയി. അപ്പോൾ ഈ മരണ വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ധാരാളമുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ 2 ബന്ധുക്കളുടെ വീട്ടിൽ അദ്ദേഹം ചെന്നായിട്ട് പറഞ്ഞു. അന്നത്തെ സേവിയറിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടുന്ന് അദ്ദേഹം എന്തൊക്കെ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് അന്നേ ദിവസം പേ ചെയ്തേക്കുന്നു, ഈ മരിക്കുന്നതിൻ്റെ തലേനാൾ. അവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് ഡേറ്റ് ടൈമൊക്കെ വെച്ചേക്കുന്നു. പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് എങ്ങും പോയിട്ടുമില്ല. അതിനന്ന് ഭയങ്കര അതിശയമായിരുന്നു. ആ അദ്ദേഹം കൊടുത്ത ശ്രീചക്രമാണ് എൻ്റെ ഗുരുനാഥൻ വച്ച് പൂജിച്ചത്. അപ്പോൾ എന്നും ചെല്ലുമ്പോൾ ഫിലോസഫിയാണ് അദ്ദേഹം കൂടുതൽ, വേദാന്തം, ഫിലോസഫി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പാമസ്ട്രി, ജ്യോതിഷം, കൂടുതലും എൻ്റെ ഫിലോസഫിക്കൽ ടോക്കാണ്. അത് ഞങ്ങൾ രാവിലെ തുടങ്ങി ഏകദേശം വൈകിട്ടാകും തീരുമ്പോൾ. ഇങ്ങനെ നിരന്തരം സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ന്യൂമറോളജിയും വരും. സാറ് പഠിച്ചത് വെസ്റ്റേൺ ന്യൂമറോളജി, കാൽഡിയൻ ന്യൂമറോളജി, അത് വെരി ആൻഷ്യൻ ന്യൂമറോളജിയാണ്. അപ്പോൾ അതിൻ്റെ ബുക്സ് ഒന്നും കിട്ടത്തില്ല, ഔട്ട് ഓഫ് പ്രിൻ്റാണ്. അപ്പം സാറ് പിന്നെ അത് ഫോളോ ചെയ്തിരുന്നത് ഈ കാൽഡിയൻ ന്യൂമറോളജി തന്നെ കീറോ എന്ന് പറയുന്നൊരു സായിപ്പ് എഴുതിയിട്ടുണ്ട്, ലണ്ടൻകാരൻ. അതെ. അപ്പോൾ സാറ് പറഞ്ഞ് കീറോയുടെ ബുക്ക് കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് വർഷം കീറോ ചിലപ്പോൾ കിട്ടിയായിരിക്കും. എൻ്റെ ഒരു എഡിഷനേ ഉള്ളൂ അതിൻ്റെ. അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യലാണ്. അത് താരാപൂർ വാല പബ്ലിഷേഴ്സ്, ബോംബെ, അവരാണ് ഇറക്കിയിരിക്കുന്നത്. പയ്യൻ കമ്പനിയിൽ ചോദിക്കാൻ പറഞ്ഞു, അവർ വരുത്തി തരുമുണ്ടായി. ഞാൻ അവിടെ തിരക്കിയപ്പോൾ ഇല്ല, സാധനം ഔട്ട് ഓഫ് പ്രിൻ്റാണ്, കിട്ടത്തില്ല. പിന്നെ ഞാൻ സാറിൻ്റെ ലെക്ചർ ക്ലാസ്സുകൾ എല്ലാം നോട്ടായിട്ട് എഴുതിയത്. അങ്ങനെയാണ് സാറിൻ്റെ ഇന്ന് ന്യൂമറോളജി പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് കുറേ നാൾ സാറിൻ്റെ ഈ ലെക്ചേഴ്സൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞ് ഒരു ദിവസം പറഞ്ഞ് ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിന്നിൽ അവിയൽ പരുവത്തിൽ കിടക്കുകയാണ്, നമുക്കിതിനെ ഒന്ന് യൂണിഫോമിറ്റി ആക്കി എടുക്കണം, അതിന് നീ ആദ്യം ഭഗവത്ഗീത മേടിക്കണമെന്ന്. എന്നിട്ട് പറഞ്ഞ് അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് വർഷം സ്വാമി വിവേകാനന്ദ, അത് അദ്വൈത ആശ്രമം അൽമോറ ഹിമാലയാസ്, ആ അഡ്രസ്സിൽ കത്തയച്ചാൽ അവർ അയച്ചു തരും, VPP ആയിട്ട് അയച്ചു തരും. 8 വോളിയംസ് ഉണ്ട്, സാറിൻ്റെ ഒരു വോളിയം ഉണ്ടായിരുന്നു, നീ അതും വരുത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകമുണ്ട് ആദ്യത്തിൽ, അത് പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞ് ഈ ഭഗവത്ഗീത ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ശ്ലോകം, ഗീതാശ്ലോകം ചൊല്ലിയിട്ട് ഭഗവത്ഗീത ഓപ്പൺ ചെയ്യാം, നീ ഇത് ചൊല്ലിയിട്ട് തൊഴുതിട്ട് ഇത് ഓപ്പൺ ചെയ്ത് പഠിക്കാവും. ആ രീതിക്ക് ഞാനത് ഫോളോ ചെയ്തു. ഇതിനിടയ്ക്ക് എനിക്ക് VPP ആയിട്ട് കംപ്ലീറ്റ് കോഴ്സ് സ്വാമി വിവേകാനന്ദ എന്ന് അത് സ്റ്റഡി ചെയ്തു. അപ്പോൾ പറഞ്ഞു നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും ഇത്രയും ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി സ്റ്റഡി നടത്തുമ്പോൾ, എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ആരെങ്കിലും പോരണമെന്ന് പറഞ്ഞു. ഞാൻ അത് ക്ലിയർ ചെയ്തു. അങ്ങനെ കുറേ നാൾ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജ്യോതിഷം കൂടെ കുറച്ച് പഠിച്ചാൽ കൊള്ളാം. സാർ അതും പഠിപ്പിച്ചു തുടങ്ങി. ഇങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെയിലുള്ള അറിവുകൾ ഏകദേശം പേർക്കും കൊടുത്തു കഴിഞ്ഞു, ബുക്സും കൊടുത്തു കഴിഞ്ഞു, നീ വന്നത് അവസാനം നിനക്ക് തരാനായിട്ട്
എൻ്റെ കയ്യിൽ വേറെ ബുക്സോ ഒന്നുമില്ല. അതാണ് നിങ്ങളുടെ ഇത്രയും വരുത്താൻ പറഞ്ഞത്. പക്ഷേ നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് യോഗ്യനായിട്ട് നിന്നെയാണ് ഞാൻ കാണുന്നത്, എന്താണ് നിൻ്റെ അഭിപ്രായം? എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, നിനക്ക് ഞാൻ തരുന്നത് മന്ത്രോപദേശമാണ്. മന്ത്രോപദേശവും ബ്രഹ്മവിദ്യയാണ് നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇനി സ്റ്റോക്കായിട്ട് ആ ഒരൊറ്റ സാധനമേ ഉള്ളൂ. ഞാൻ ഇതേവരെ ആരും അതിന് എലിജിബിലിറ്റി ഉള്ള ആരെയും കണ്ടെത്തിയില്ല, നിന്നിലാണ് ആ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറ്. ഞാൻ അന്വേഷിച്ച് നടന്നതാണല്ലോ. അതെ. ആ അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ദിവസം കുറിച്ചു, കൃത്യമായിട്ട് ദിവസം കുറിച്ച് തയ്യാറാക്കി വച്ചിട്ട് ഒരു ദിവസം രാവിലെയാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ ആ ടൈം എന്നോട് പറഞ്ഞു, നീ ഇത്ര മണിക്ക് ഇടയ്ക്ക് എത്തണം, ഇന്ന ടൈമിൽ തന്നെ നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു. ചെന്ന് അദ്ദേഹം തന്നെ എന്നെ കൊണ്ട് ആ ശ്രീചക്രത്തിൽ പൂജ ചെയ്യിച്ചിട്ട് മന്ത്രോപദേശം ആദ്യത്തെ, എന്നിട്ട് യമനിയമാദികൾ പാലിച്ച് തുടങ്ങി ആ ബ്രീത്തിങ് എക്സസൈസ്, ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ്, നോട്ട് പ്രാണായാമം, അതും തുടങ്ങാനുള്ള വിദ്യ അന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇതിങ്ങനെ തുടങ്ങണം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലുമൊക്കെ സിമ്പലോ സയൻസോ ഒക്കെ എവിടെ നിന്നെങ്കിലും കിട്ടും, അത് നീ വന്ന് പറയണം, ഞാൻ എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. എനിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വരും. അങ്ങനെ പല സിംറ്റംസും കണ്ടു, പല സിമ്പലും കാണുമായിരുന്നു. ഞാൻ പോയി ചോദിക്കും, സംശയങ്ങൾ കഴിയും. വീണ്ടും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഇത് പോരാ, ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണം, പ്രാണായാമം തുടങ്ങാം. അപ്പോൾ ഇതിനൊക്കെ ഈ ഇൻഹേൽ എക്സേൽ തുടങ്ങുന്നതിന് മാത്രകളുണ്ട്. ഞാൻ മാത്രകൾ എന്താണെന്ന് പറയുന്നത്, കാരണം ഇത് കണ്ട ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണ്, തെറ്റായി തുടങ്ങിയാൽ അത് വളരെ തീർച്ചയായിട്ടും ഡേഞ്ചർ ആൻഡ് ഡേഞ്ചറസ് ആണ്. അതിൽ നിന്ന് അത് ക്യൂർ ചെയ്യാൻ എന്നത് മോഡേൺ മെഡിസിൻ ഇല്ല. ഏത് സ്കാനിങ് മെഷീനിലും അത് കണ്ടെത്താൻ കഴിയില്ല. മറ്റതും വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് ലോവർ ആൻഡ് ലോവസ്റ്റ് മാത്രയിൽ മന്ത്രങ്ങളാണ് മാത്രയായിട്ട് തുടങ്ങുന്നത്. അതിന് മറ്റതിന് റേഷ്യോ ഉണ്ട്, ഇതിന് റേഷ്യോ ഉണ്ട്. ഇൻഹേൽ ചെയ്യുന്നതിന് റേഷ്യോ ഉണ്ട്, നിർത്തുന്നതിന് റേഷ്യോ ഉണ്ട്, തിരിച്ച് വിടുന്നതിന് റേഷ്യോ ഉണ്ട്. അങ്ങനെ ലോവർ ആൻഡ് ലോവസ്റ്റ് ആയിട്ടുള്ള മാത്രയിൽ അത് അദ്ദേഹം എനിക്ക് ഉപദേശിച്ചു. അത് തുടങ്ങും. സ്റ്റഡീസും ഇങ്ങനെ നടന്നു. അങ്ങനെ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സാമീപ്യം എനിക്കൊരു 10 വർഷത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂമറോളജിക്കൽ നോക്കിയാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാണാൻ പോകും. ആ ലക്കി ഡേയ്സ് വരുന്ന ഡേറ്റിലേ പോകുള്ളൂ. അപ്പം പോകാൻ കഴിയാത്തൊരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 11 മണിയായപ്പോൾ എനിക്ക് തോന്നി ഇന്ന് സാറിനെ കാണും. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ മാരേജ് കഴിഞ്ഞു, എനിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയൊക്കെ ആയി, അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അമ്മയോടും ഭാര്യയോടും പറഞ്ഞു, ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, എനിക്ക് എന്തോ പെട്ടെന്ന് തോന്നി ഇപ്പോൾ കാണണോ. പോയി. അപ്പം വീട്ടിൽ ചെന്ന് സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ ജനൽ വഴി അദ്ദേഹം അകത്ത് കട്ടിലിരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചൊരു സ്റ്റാൻഡ് പോലെ ചെയ്ത് ഇരുന്ന് ജാതകം എഴുതുന്നതിനുള്ള സെറ്റപ്പുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറി ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം മോളിൽ ആർട്ട് ഗാലറി തട്ടുമേല അവിടെയാണ്, എണ്ണച്ചായ പടങ്ങളൊക്കെ അവിടെ ഇരുന്ന് വരയ്ക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെന്ന് പിള്ളേരി എന്ന് പറഞ്ഞു, ഇന്നാരും വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങ് കയറി ചെല്ലാൻ പറഞ്ഞു, അവിടെ ആരും കയറ്റത്തില്ല. അപ്പോൾ സാറ് പറഞ്ഞു, നീ മാത്രമാണ് ഇവിടെ കയറിയത് കണ്ടിട്ടുള്ളത്, വേറെ ആർക്കും പ്രവേശനമില്ല. ഞാൻ ചെന്നപ്പോൾ ഒരു അസ്ഥി കൂടെ ഞാൻ തൂക്കി വെച്ചേക്കും. ഞാൻ ചോദിച്ചു, സാറേ ഇതെന്തിനാ? ഇത് അനാട്ടമി പഠിക്കുന്നതിന് ഈ സാധനം എനിക്ക് ആവശ്യമാണ്. ഞാൻ വെസ്റ്റേൺ സ്റ്റൈലിൽ പടം വരയ്ക്കുമ്പോൾ എനിക്ക് അനാട്ടമി മസ്റ്റാണ്. മസിൽ പൊസിഷൻസൊക്കെ ഇത് നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഞാൻ ഈ സാധനം വെച്ചേക്കുന്നത്. നോക്കിയപ്പോൾ വലിയ ഇതായിട്ട് ചെയ്ത് വെസ്റ്റേൺ സ്റ്റൈലിലും വരച്ചിട്ടുണ്ട്, രാജാ രവിവർമ്മ മോഡലിലും വരച്ച് വെച്ചേക്കും. അപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെ ചെല്ലുകയാണ്, വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇങ്ങനെ എനിക്ക് തോന്നലുണ്ടായി. ചെന്നപ്പോൾ അദ്ദേഹത്തെ ആ ഇരിക്കുന്ന സീറ്റിൽ കണ്ടില്ല. ഞാൻ നേരെ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിൽ വലിയൊരു ഹാളാണ്. ആ ഫ്രണ്ടിലത്തെ വാതിൽ ചെന്നപ്പം കാണുന്ന അദ്ദേഹത്തെ അവിടെ കിടത്തിയിരിക്കുന്നു, കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്നു. പെട്ടെന്ന് അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരിച്ചു, തിരിച്ചു വന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ മരണം നേരിട്ടെന്ന് കണ്ട് സ്ഥിരീകരിക്കേണ്ടി വന്നു. എനിക്ക് ആ തോന്നലുണ്ടായി പോയതാണ്. ആ ഗുരുശിഷ്യ ബന്ധം അതാണ്. അപ്പോൾ എനിക്കെന്തോ ഒരു വലിയൊരു ലോസ്, ഒരു സൈഡ് പോയതല്ലേ, ഗുരുനാഥൻ പോയില്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ 10 വർഷം എനിക്ക് അദ്ദേഹത്തോട് ചിലവഴിക്കാൻ കിട്ടി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലിയായി. എനിക്ക് നെടുമങ്ങാടായിരുന്നു ആദ്യം കിട്ടി, നെടുമങ്ങാട് താലൂക്ക് ഓഫീസിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കറങ്ങി തിരിഞ്ഞ് സിറ്റിക്കകത്ത് നിന്ന് തിരുവനന്തപുരം താലൂക്ക് ഓഫീസിൽ 1-2 സ്പെഷ്യൽ ഓഫീസൊക്കെ കഴിഞ്ഞ് നേരെ തിരുവനന്തപുരം കളക്ടറേറ്റിലേക്ക് വന്നു. അപ്പോൾ എനിക്കൊരു തോന്നുന്നുണ്ട്, ജ്യോതിഷം ഒന്ന് കണ്ടിന്യൂ ചെയ്താലും അന്വേഷിച്ചു എവിടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ സ്റ്റാച്യൂവിൽ പ്രൊഫസർ NE മുത്തുസ്വാമി അദ്ദേഹം എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. സാർ എനിക്ക് ക്ലാസ്സിൽ ചേരണം. അപ്പോൾ സാറ് പറഞ്ഞ് വരുന്ന പൂജെടുപ്പ് മുതൽ ഞാൻ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്, അപ്പോൾ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സാറിനോട് പഠിച്ചു. സാറാണെങ്കിൽ സർവ്വവിജ്ഞാനകോശമാണ്. അപ്പം ഞാൻ ചെന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ സാറ് ഗ്രഹനില സ്ഫുടം ചെയ്ത് തയ്യാറാക്കുന്നത് മുതലങ്ങ് തുടങ്ങുകയാണ് പഠിച്ച്.
അപ്പോൾ അവിടെ ജ്യോതിഷത്തെ ക്ലാസ് കൂടാതെ പെൻഡുലശാസ്ത്രം, വാസ്തുവുണ്ട്, എല്ലാം ഉണ്ട്, പാമസ്ട്രി ഉണ്ട്, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളാണ് സാറ് പഠിപ്പിക്കുന്നത്. അവിടെ അതിന് വിദഗ്ധന്മാരുമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യും. അപ്പോൾ സാറിപ്പോൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ജ്യോതിഷമാണ് എടുക്കുന്നെങ്കിലും സാറ് എടുക്കുമ്പോൾ ഇതെല്ലാ വിഷയങ്ങളും ഇതിൽ കൂടെ വരും. എല്ലാ സബ്ജക്റ്റുകളും സാറ് അത് സാറ് ഒരു സർവ്വവിജ്ഞാന കോശം. പിന്നെ അതല്ല, ജ്യോതിഷ നിഘണ്ടു എഴുതിയ ആളാണ്. അതെ, ജ്യോതിഷൻ ആ നിഘണ്ടു ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. നിഘണ്ടു സാർ എഴുതി. അങ്ങനെ ഇരുന്ന് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴേക്കും സാറിനെ നഷ്ടപ്പെട്ടു. പിന്നെ സാറിൻ്റെ ശിഷ്യന്മാരാണ് ക്ലാസ് എടുത്തിരുന്നത്. ഞാൻ ഏകദേശം ഹോര പൂർത്തിയായി പ്രശ്നമാർഗത്തിലേക്ക് വന്നപ്പോൾ എന്നെ തേടി അടുത്ത ട്രാൻസ്ഫർ വന്നു പാലക്കാട്ടേക്ക്, വില്ലേജ് ഓഫീസറായി. പാലക്കാട് അങ്ങ് തമിഴ്നാട് ബോർഡർ, ഗോപാലപുരം ചെക്ക് പോസ്റ്റൊക്കെ അടുപ്പിച്ച് പൊള്ളാച്ചിക്കപ്പുറത്ത്, പൊള്ളാച്ചിക്ക് തൊട്ട് അവിടെ നിന്ന് 14 കിലോമീറ്ററുള്ള പൊള്ളാച്ചി. അവിടെ ഒരു വർഷം ഇരുന്നപ്പോൾ എനിക്ക് പല്ലശന പല്ലാവൂർ കൂടല്ലൂർ എന്ന വലിയൊരു വില്ലേജ് ഉണ്ട്. അവിടുത്തെ ഇരിക്കത്തില്ല, ഈ തെക്കേന്ന് ചെല്ലുന്നവരെ വയ്ക്കത്തുള്ളൂ. കാരണം വലിയ വിഷയമുള്ള വില്ലേജാണ്. എന്നെ എടുത്ത് അവിടെ വെച്ച്. ചരിത്രം ഉറങ്ങുന്ന ഭൂമിയാണ്. അതായത് പല്ലാവൂർ ത്രയങ്ങൾ ജീവിച്ചിരുന്ന നാടാണ്. അപ്പുമാരാർ, മണിയന്മാരാർ, കുഞ്ഞിക്കുട്ടന്മാരാർ അവർ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അവിടെ ഒരു പല്ലാവൂർ ശിവക്ഷേത്രമുണ്ട്, അതിന് ചുറ്റുമാണ് അവരുടെ കുടുംബമായിരുന്നു. അപ്പോൾ എനിക്ക് ചരിത്രാന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എനിക്ക് വലിയ സുഹൃത്ത് ബന്ധങ്ങൾ ഇന്നും പലരും വിളിക്കും, വലിയൊരു സുഹൃത്ത് ബന്ധം കിട്ടി. ഞാൻ ഇവരുടെ ആൾക്കാർ എന്നെ വന്ന് കാണുമായിരുന്നു. ഞാൻ ഇവരുടെ വീടുകളിൽ പോകും, ആ പല്ലാവൂർ ത്രയങ്ങളുടെ ഫോട്ടോസ് അത്രയും എടുത്തു. അങ്ങനെ വലിയൊരു ബന്ധം. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് വരും. തിരുവനന്തപുരത്തേക്ക് വന്ന് ആദ്യം ജോയിൻ ചെയ്ത് വാഴിച്ചൽ വില്ലേജ്. വാഴിച്ചൽ വില്ലേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നേരെ ബസ്സുള്ള സ്ഥലമല്ല, ആ വാവോടിറങ്ങി നടന്നായിരിക്കും മിക്കവാറും പോകുന്നത്. തിരിച്ച് ചിലപ്പം ബസ് കിട്ടാൻ അങ്ങ് പോകണം, പേരേക്കോണത്ത്. അതെ, കറങ്ങി വരുന്ന ബസ്സായിരിക്കും കിട്ടുന്നത് കാട്ടാക്കടയ്ക്ക്. അപ്പം ഞാൻ മിക്കവാറും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിയാമെന്നുള്ള ആരെങ്കിലും ചിലപ്പോൾ എന്നെ കൊണ്ട് കള്ളിക്കാട് വിട്ടിട്ട് പോകും. ആരെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ ഒരാൾ അതുവഴി പോകുന്നുള്ളതുണ്ട്. അയാൾക്ക് ട്യൂഷനൊക്കെ ഉണ്ട ദിവസമാണെങ്കിൽ അയാൾക്ക് പറ്റില്ല, അല്ലാത്ത ദിവസം കള്ളിക്കാട് ആ ജംഗ്ഷനിൽ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഹോട്ടലിൽ കയറി ഒരു ചായയൊക്കെ കഴിച്ചിട്ട് അവിടെ. അന്നും എനിക്ക് ഭഗവാനെക്കുറിച്ചൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു ആശ്രമം ഭഗവാൻ ഒന്നും അറിയില്ല. ഏകദേശം ഒരു വർഷക്കാലം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പാട്ടക്കട ടൗണിലോട്ട് കിട്ടി, കുളത്തുമ്മൽ. അവിടെയും ഒരു 2 വർഷക്കാലം ഇരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് മാറ്റം കിട്ടിയത് ഈ വീരണകാവ് വില്ലേജിലാണ്. വീരണകാവ് വില്ലേജിൽ മാറ്റം കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സുമുഖനായ ഒരു വ്യക്തി ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ ഓടി വരികയാണ്. എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, മകളുടെ PG സ്റ്റഡീസിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചത് എന്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്? അത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ ഒരു 7 പേജുണ്ട്. പിന്നെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ്, റേഷൻ കാർഡ്, ഇതൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു 10-14 പേജ്. അപ്പോൾ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. ഒരു സുമുഖനായ വ്യക്തി. ഞാൻ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ മറിച്ച് നോക്കി വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 5-6 പേജ് കഴിഞ്ഞപ്പോൾ ഒരു 500 രൂപ നോട്ടിരിക്കുന്നു. എനിക്ക് അക്യൂലായിട്ട് കൊണ്ടുവന്നതാണ്. സാധാരണ പൈസ കൊണ്ടുവരുന്ന ആൾക്ക് അന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ചിലപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് ചെയ്യാൻ പാടില്ല, ഫ്രണ്ടിലത്തെ വാതിൽ വരെ ഞാൻ ഓടിക്കും. അയാൾ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഐസ് പോലെയായി. എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും തോന്നിയില്ല. എനിക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈസ എടുത്ത് പോക്കറ്റിലെന്ന് പറഞ്ഞു. നിങ്ങളോട് ആരാ പറഞ്ഞു ഞാൻ കാശ് മേടിക്കും? അപ്പോൾ തുടക്കമേ സോറി പറഞ്ഞുകൊണ്ടാണ്, സാർ അറിയില്ലായിരുന്നു. സാധാരണ ഞാനിവിടെ വന്ന് കാശ് കൊടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യം നടത്താൻ പോവാം, ആ ഒരു ചിന്തയിലാണ് വന്നത്. സാറ് മേടിക്കുന്ന ആളല്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പറയുമ്പോഴൊക്കെ 100 സോറി പറയാം, പിന്നെ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ വെരിഫൈ ചെയ്തൊക്കെ നോക്കിയിട്ട് റേഷൻ കാർഡ് നോക്കിയപ്പോൾ കൃഷി വസ്തു വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ തന്നെ ഇൻകം അസസ് ചെയ്തു, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ ഇതൊക്കെ വെരിഫൈ ചെയ്തപ്പോൾ എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരു ഫർദർ എൻക്വയറി കൂടാതെ സർട്ടിഫിക്കറ്റ് കണ്ണടച്ച് കൊടുക്കുക. അതിനാണ് എനിക്ക് അക്യൂലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്ക് വേറെ ജോലിയൊന്നുമില്ല സാർ. ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇതോടെ കടുപ്പിച്ച് ചോദിച്ചു. സാർ അത് ചിന്താലയ ആശ്രമത്തിലെ സ്കൂളിൽ എനിക്കൊരു ചുമതലയുണ്ട്, അത് സേവനമാണ്, പ്രതിഫലം പറ്റിയല്ല ചെയ്യുന്നത്, അതാണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് സർട്ടിഫിക്കറ്റൊക്കെ തയ്യാറാക്കി അകത്ത് കൊടുത്ത് ഒപ്പിട്ട് അകത്ത് കൊടുത്ത് സീൽ ചെയ്ത് വന്നു. ഒരു 2-3 മിനിറ്റിനുള്ള അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഓക്കെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു, സ്വാമിനെക്കുറിച്ച്, ആശ്രമത്തിനെക്കുറിച്ച്. ഇദ്ദേഹം അവിടുത്തെ ചുമതലക്കാരനല്ലേ, അപ്പോൾ എല്ലാം അറിയാമായിരിക്കും. എല്ലാമൊക്കെ ചോദിച്ച് ഞങ്ങൾ തങ്ങളിൽ 1 മണിക്കൂർ ചർച്ച ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു പബ്ലിക് പോലും വന്നു.
എന്നിട്ട് പോകുന്ന നേരത്ത് ഞാൻ ഡയറിയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, അപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു പോയി സ്വാമിയെ കാണണം. കാരണം ഞാൻ അതുവരെ കണ്ട ആളല്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വിട്ടു ഇത് അവധൂത അവസ്ഥയെ പ്രാപിച്ച സ്വാമിയാണ്, പോണം കാണണം. മനസ്സിൽ കുറിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഡയറിയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും കുറിച്ചിട്ട് അദ്ദേഹത്തെ അങ്ങ് വിട്ടു. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി, ഇങ്ങനെ വീണ്ടും നീണ്ടങ്ങ് പോയി. എനിക്ക് ഒരു ഞായറാഴ്ചയെ കിട്ടത്തുള്ളൂ, 300 കാര്യം ചെയ്യാൻ വേറെ ഒന്നിനും കഴിയില്ല. അങ്ങനെ ആയിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കളക്ടർ ഒരു പെറ്റീഷൻ ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്തു. ആരോ കൊണ്ടുകൊടുത്ത, കളക്ടറിൽ നേരിട്ട് കൊടുത്ത പെറ്റീഷനാണ്. സ്ഥലം പോയി പരിശോധിച്ച് എൻക്വയറി നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാനാണ് കളക്ടർ പറഞ്ഞേക്കുന്നത്. ഞാൻ ആ പെറ്റീഷൻ എടുത്തു വെച്ച് വായിച്ചപ്പോൾ ചിന്താലയ ആശ്രമത്തിൽ ഭഗവാന്റെ പൂർവാശ്രമം പുല്ലുമേഞ്ഞ ഇരിക്കുന്നതിൻ്റെ പുറമ്പോക്കല്ലേ അത് കുത്തകപ്പാട്ട ഭൂമിയാണ്. ഭഗവാന് കുത്തകപ്പാട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. പാട്ടഭൂമിയാണ്, പട്ടയമില്ല. 4.5 സെൻറ്റാണത്. അപ്പോൾ അതിന് ചുറ്റും മെറ്റൽ തൂണുകൾ നിർത്തി മേളിൽ റൂഫ് ചെയ്തയ്ക്കുന്നു. ഇത് കുത്തകപ്പാട്ട ഭൂമിയിൽ അനുവദനീയമല്ല, അതുകൊണ്ട് പൊളിച്ചു മാറണമെന്നാണ് കക്ഷിയുടെ ആവശ്യം. അങ്ങനെയാണ് കളക്ടർക്ക് പെറ്റീഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വായിച്ചൊക്കെ നോക്കിയപ്പോൾ ആശ്രമത്തിനെതിരായിട്ടാണ്. എനിക്ക് നടപടി എടുക്കാതിരിക്കാനും പറ്റില്ല, വലിയ ഓഫീസറായി പോയില്ലേ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഇങ്ങനെ ഒരാളുടെ ഫോൺ നമ്പർ എടുത്തിട്ടുണ്ടല്ലോ, ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അവിടെ ഒന്ന് വരണം, നിങ്ങൾ വൈകിട്ട് അവിടെ കാണും. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, സാറിൻ്റെ ഫോൺ നമ്പർ സെക്രട്ടറിക്ക് കൊടുക്കാം, സെക്രട്ടറി കുറച്ച് കഴിഞ്ഞ് സാറിനെ വിളിക്കും. അല്പം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാൾ വന്നു, ഞാൻ അറ്റൻഡ് ചെയ്തു. ഹലോ വില്ലേജ് ഓഫീസർ അല്ലേ എന്ന് ആണ് ഇങ്ങോട്ട് മറു സൈഡിൽ നിന്ന് ചോദ്യം. അപ്പം ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ട് പരിചയമുള്ള സൗണ്ട്. ഉടൻ പറയണം, ഞാൻ രാമേശ്വരൻ നായരാണ്, കളക്ടറേറ്റിൽ ജയസാർ, ഞങ്ങൾ കളക്ടറേറ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇന്നാരാണ്. അപ്പോൾ എന്നെ ഉടൻ പിടി കിട്ടി, ഇന്നാരാണ് പറഞ്ഞു, ഇതാണ് പെറ്റീഷനിൽ ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഇന്ന് വരുമോ? ഞാൻ പറഞ്ഞു സാർ ഞാൻ 4 മണിക്ക് വരുമെന്ന് പറഞ്ഞു. സാറ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ടാവും. ഞാൻ അതേപോലെ ഇപ്പോൾ എനിക്ക് റൂട്ട് അറിയില്ല പോകാനായിട്ട്, എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ആളെയും കൊണ്ടാണ് പോയത്. ചെന്ന് അപ്പോൾ സാറുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ അവരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചാൽ സ്വാമിയാണ്. അപ്പോൾ പറയും സ്വാമി ഇന്നിവിടെ ഇല്ല, പോത്തങ്കോടാണ്. അങ്ങനെ എൻ്റെ വില്ലേജ് ഓഫീസർ എന്നുള്ള പട്ടം ആദ്യം അഴിച്ച് വെളിയിൽ വെച്ചു. തികഞ്ഞൊരു ഭക്തനായിട്ട് അകത്ത് കയറി എല്ലാം നോട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ രാത്രി ഇരുന്ന് റിപ്പോർട്ട് തയ്യാറാക്കും. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് RTA ആക്ട് അനുസരിച്ച് ഈ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി വേണം. കുഴപ്പമില്ല തരാം. അപ്പോൾ സാറ് എല്ലാം ഫോട്ടോ കോപ്പി എടുത്ത് തരുന്നു. ഇത് ലീസിന് അനുവദിച്ച ഓർഡറിൻ്റെ കോപ്പി, കരം തീർത്ത കോപ്പി, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് വെച്ചത് എല്ലാം കുറിച്ച് രമേശൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, എല്ലാ ഡോക്യുമെൻറ്റ്സും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം വന്നു. ഞാൻ രാത്രിയിൽ വീട്ടിൽ ഇരുന്ന് റിപ്പോർട്ട് തരാം. ഞാൻ ഇതെല്ലാം ഭഗവാന്റെ അതിനകത്ത് കയറി എന്തൊക്കെയുണ്ട് അതെല്ലാം കുറിച്ചെടുത്തിട്ട് രാത്രി വീട്ടിൽ ഇരുന്ന് റിപ്പോർട്ട് തയ്യാറായി. പിറ്റേന്ന് സാറ് വന്നപ്പം സാർ RTA ആക്ട് പ്രകാരമുള്ള അപേക്ഷയായിട്ടാണ് വരുന്നത്. അതിൻ്റെ ചട്ടം അങ്ങനെ 30 ദിവസത്തിനകത്ത് കൊടുത്താൽ മതി. ഞാൻ സാറിന് അന്നേരം കൊടുത്തു. സാർ ആപ്ലിക്കേഷൻ തന്ന് അന്നേരം റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. കളക്ടർക്കും അന്നേ ദിവസം ഞാൻ അയച്ചു. ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു സാർ എനിക്ക് സ്വാമിയെ നേരിട്ടൊന്ന് കാണട്ടെ, അതിന് സാറൊരു അവസരം ഉണ്ടാക്കിത്തരാം. അപ്പോൾ പറഞ്ഞ് സ്വാമി വരുമ്പോൾ നിന്നെ ഫോൺ ചെയ്യാം. അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഞായറാഴ്ച രാവിലെ ഒരു 11 മണിക്ക് എനിക്ക് കാൾ വന്നു. രാമേഴ സാറിൻ്റെ കാളാണ്. അപ്പോൾ പറഞ്ഞു എടേ സ്വാമി ഇന്നലെ വന്നിട്ടുണ്ട്, ഇന്നും നാളെയും കൂടെ കാണും, നിനക്ക് ഇന്ന് വരാൻ പറ്റുമോ നാളെ വരാൻ പറ്റും? ഞാൻ പറഞ്ഞു ഇന്ന് ഇപ്പോൾ വരികയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നോടൊപ്പം 2 പേരൂടെ ഉണ്ടാവും, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. അതിൽ ഒരാളിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മകനാണ്, അവനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കാത്തു കഴിയുന്ന വ്യക്തിയാണ്. ഡയാലിസിസ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 വർഷമായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടെല്ലാം 1.5 വർഷത്തെ ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി വന്നപ്പോഴേക്കും കുറച്ച് കാശുമൊക്കെ കൈപ്പറ്റി. പോലീസ് വെരിഫിക്കേഷൻ വരെ കഴിഞ്ഞു. ലാസ്റ്റിൽ റീനൽ ആൻജിയോഗ്രാം ആൻഡ് റിനോഗ്രാം 2 ടെസ്റ്റേ ഉള്ളൂ. ആ ടെസ്റ്റൂടെ കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ആ സമയപ്പോൾ അവൻ കാലുമാറി വീണ്ടും 1 വർഷം ഡയാലിസിസ് അപ്പോഴായി. ഞാൻ രാമേശ്വര സാറിനെ വിളിക്കുന്ന സമയം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളെ കൂടെ കൊണ്ടുവരും. അത് കുഴപ്പമില്ല, കൊണ്ടുവന്നു. പിന്നെ വണ്ടി ഓടിക്കുന്ന എൻ്റെ ഒരു മാമൻ്റെ മകനാണ്, ഞങ്ങൾ 3 പേരാണ് വരുന്നത്. ആ കുഴപ്പമില്ല വന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഹാളിനകത്ത് ഭഗവാൻ ഒരിടത്ത് മേശയിലും കസേരയിട്ട് ഇരിക്കുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം രാമേശ്വര സാറ് പറഞ്ഞു നമ്മളെ വില്ലേജ് ഓഫീസർ, പഴയ വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തോടൊപ്പം 2 ആളുമുണ്ട്. അപ്പം ഭഗവാൻ പറഞ്ഞ് ഇങ്ങ് വരാൻ പറ, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ചെന്ന് ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങളൊന്ന് നോക്കി ആദ്യം
നോക്കിയിട്ട് ഇങ്ങനെ മേളിലോട്ട് കണ്ണ് ഇങ്ങനെ ചെരുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഇവരെ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാമകൃഷ്ണൻ സാർ എന്നെ വിളിച്ചുകൊണ്ട് ആഹാരം കൊടുത്ത് തന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഭഗവാന്റെ മുമ്പ് വന്നിരുന്നു. അപ്പം ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നേരം പബ്ലിക്കിൻ്റെ അടുത്ത് ഇടയിലിരുത്താൻ പാടില്ല, പെട്ടെന്ന് ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ തോന്നി പബ്ലിക് ഒരുപാട് ഇരിക്കുന്നു, എങ്ങനെ ആരോട് പറയും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാമകൃഷ്ണൻ സാറിനോട് ഭഗവാൻ പറയുന്നു ഇവരെ ഇനി പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഇനി പോകുന്നു തൊഴുത് ഞങ്ങൾ യാത്ര പറഞ്ഞു. ഇനി പോകാം. 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കിഡ്നി കിട്ടി. പാലക്കാട് നിന്നാണ് കിട്ടിയത്. അതിൻ്റെ ടെസ്റ്റിങ് ഈ പോലീസ് വെരിഫിക്കേഷൻ ഞങ്ങൾക്ക് അങ്ങ് പാലക്കാട് ജില്ലയ്ക്ക് പോകേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം വേണ്ടി വന്നില്ല. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. ആളിന്നും സുഖമായിട്ട് ജീവിച്ചിരിക്കും. പിന്നെ എനിക്ക് ഭഗവാനെ കാണണമെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അസുഖമാണ്, പബ്ലിക്കിനെ ആരെയും കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകളാണ് കിട്ടിയത്. അങ്ങനെ കൊടുക്കുന്ന സമാധി വാർത്തയാണ് ലാസ്റ്റിൽ എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച ഭഗവാന്റെ സമാധി സ്ഥലം സന്ദർശിക്കണം, പോത്തങ്കോട് പോകണം. എത്രയോ നാൾ വിചാരിച്ചിട്ട് നടന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ സ്കൂട്ടറുമായിട്ട് എടുത്ത് തിരിച്ചു. അപ്പോൾ ശരിക്കുള്ള വഴി ശ്രീകാര്യം വഴിക്ക് ഷോർട്ട് കട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഹൈവേയിൽ പോയി അതുവഴിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ കോട്ടയുടെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു കുഞ്ഞമ്മ മരിച്ചു എന്നും പറഞ്ഞ് മെസ്സേജ് വന്ന് ഞാൻ തിരിച്ചു പോകണം. വീണ്ടും കുറേ നാൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂട്ടറിൽ പോയിട്ടല്ലേ ഇങ്ങനെ വഴി മുടങ്ങിയത്, ഇനി ബസ്സിൽ പോകും. അത് ഏതൊരു മലയാള മാസം 1-ാം തീയതിയാണ്. ബസ്സിൽ പോകാനായിട്ട് പേരും മഴയത്ത് തമ്പാൻ്റെ നിന്ന് ബസ്സിൽ കയറി കാഞ്ഞാമ്പാറ ഇറങ്ങി നടക്കുകയാണ്. ഈ നടക്കുന്ന വഴി ഘോര മഴ, കുട പിടിച്ച് പോവുകയാണ്. ആശ്രമത്തിൽ ചെന്ന് സമാധിയിൽ വച്ചിരിക്കുന്ന ആത്മലിംഗം ദർശിച്ചങ്ങനെ ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുന്നു. അപ്പോഴാ ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. അതെ. അതിനുശേഷം ഞാൻ എല്ലാ മാസവും അവിടെ തന്നെ സ്വാമി ഇരിക്കുകയാണ്. വല്ലാതെ വൈബ്രേറ്റ്. അത് അങ്ങനെ ഉള്ളവർക്കേ അത് ഫീൽ ചെയ്യുള്ളൂ, അങ്ങനെ ഫീൽ ചെയ്യും. അല്ലാത്തവർക്കൊന്നും മനസ്സിലാവും. അതെ അതെ. അങ്ങനെ ഞാൻ ഇപ്പോൾ കഴിയുന്നതും എല്ലാ മാസവും പോവും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഈ കാണുന്ന ബോഡി, അതായത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. നമ്മുടെ ഋഷിമാർ മുഴുവനും സൂക്ഷ്മ ശരീരം കൊണ്ട് സ്റ്റഡി നടത്തിയവരാണ്, റിസർച്ച് നടത്തിയവരാണ്. 100%. മാത്രമല്ല ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് അവരെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. അതെ. അതിനെ സ്വാമി വിവേകാനന്ദൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ ദ വേൾഡ് എന്നും പറഞ്ഞ്, ഫസ്റ്റ് വയർലെസ് ടെലഗ്രാഫി ഇൻ ദ വേൾഡ് എന്നും പറഞ്ഞ് സ്വാമി വിവേകാനന്ദൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സത്യമായ കാര്യമാണ്. അതുമല്ല, നമ്മൾ ആചാര്യന്മാർ മുഴുവനും ഇത് വെച്ചാണ് റിസർച്ച് ചെയ്തത്. സാർ, നമ്മൾ ജ്യോതിഷം ഇപ്പം അങ്ങ് ജ്യോതിഷം പഠിച്ച ആളാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ ദൂരവും ഗ്രഹങ്ങളുടെ കളറും ഘടന, പിന്നെ ആ ഘടനയ്ക്ക് ഒരു പ്രത്യേകതയാണ്. അതായത് 1969 നമ്മുടെ അമേരിക്കയിൽ നിന്ന് അവർ പോയല്ലോ. പോയി ചെന്ന് കണ്ടു, തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ ജലമില്ല. അപ്പോൾ അന്ന് പത്രവാർത്തകളിൽ ഭയങ്കരമായിട്ട് വന്ന് ചന്ദ്രനിൽ വെള്ളമില്ല. 69 അന്ന് എനിക്ക് കൊച്ചുകുട്ടിയാണ്. അപ്പോൾ എൻ്റെയൊക്കെ ജാതകം എഴുതിയ ഒരു ജ്യോത്സ്യരപ്പൂപ്പയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ അദ്ദേഹം വരും. അദ്ദേഹം പത്രവാർത്ത ഇങ്ങനെ എഴുതി നോക്കിയിട്ട് പറഞ്ഞ് ഇതാ ചന്ദ്രനിൽ വെള്ളമില്ല എന്നാണ് അപ്പോളോ ദൗത്യക്കാർ പറഞ്ഞേക്കുന്നത്. അത് തെറ്റാണ്. ചന്ദ്രൻ തണുത്ത ഗ്രഹമാണ്, ചന്ദ്രനിൽ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ മുഴുവനും തെറ്റെന്ന് പറയേണ്ടി വരും. കൊടുക്കാൻ നമ്മുടെ ഇന്ത്യൻ സാറ്റലൈറ്റ് അവിടെ പോയി വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചില്ല. ജലകാരകനാണല്ലോ ചന്ദ്രൻ. ഐസ് ഉറഞ്ഞ് കിടക്കുകയാണ്. തണുത്ത ഗ്രഹമെന്നാണ് പറയുന്നത്. ചന്ദ്രന് നമുക്ക് ദൃശ്യമല്ലാത്ത മറുഭാഗത്ത് ചാന്ദ്രരാത്രികളിൽ -200°C അവിടുത്തെ തണുപ്പ്. അതെ. അപ്പോൾ നമ്മുടെ ഒരു പര്യവേഷണ വാഹനം അവിടെ പോയി നോക്കിയല്ലോ. അവർ ആദ്യം കുറേയൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ ചാന്ദ്രരാത്രി എത്താറായി, സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തു. ആ ചാന്ദ്രരാത്രി കഴിഞ്ഞപ്പോഴേക്കും അവർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ബാറ്ററി ഡെഡായി. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ മനസ്സിൽ കിടക്കായിരുന്നു. അപ്പോൾ നാഷണൽ സ്പേസ് വീക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ISRO സീനിയർ സിറ്റിസൺസ് ഫെമിലറൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരെണ്ണം ചെയ്യാറുണ്ട് വർഷം തോറും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കതിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഞാൻ പോയി. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഈ സീനിയർ മോസ്റ്റ് സയൻറ്റിസ്റ്റുകളായിട്ട് സംവദിക്കാനുള്ള ഒരു സമയമാണ് നമുക്ക് അലോട്ട് ചെയ്തത്. അതെ. അപ്പോൾ ഞാനതിൽ അവരോട് ചോദിച്ചൊരു ചോദ്യം അതാണ്. നമ്മുടെ പര്യവേഷണ വാഹനം അവിടെ ഇറങ്ങി സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് അടുത്ത് ചാന്ദ്രരാത്രി കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും ബാറ്ററി ഡെഡായി.
അപ്പോൾ ആ ചാന്ദ്രരാത്രികളിലെ -200°C തണുപ്പിനെ അതിജീവിക്കാനുള്ള സെൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നടപടി എടുത്തോ, അതോ റിസർച്ച് നടക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരു സീനിയർ മോസ്റ്റ് സയൻറ്റിസ്റ്റ് എന്ന ആൻസർ എന്ന് വെച്ചാൽ സെൽസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതിന് ഞങ്ങൾ പ്ലാൻ ഇട്ടയ്ക്കുന്നത് ഈ സെൽസ് ഇരിക്കുന്നതിന് ചുറ്റും ഒരു കൃത്രിമ ഡിഗ്രി, അതിൽ ഒരു നിശ്ചിത °C ഊഷ്മാവ് നിലനിർത്താനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ അടുത്ത് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഋഷീശ്വരന്മാർ സൂക്ഷ്മ ശരീരം കൊണ്ട് ഇതെല്ലാം ദർശിച്ചൊക്കെയാണ് ചെന്ന് കണ്ട് എഴുതിയതാണ്. പക്ഷേ നമ്മൾ മോഡേൺ മെഡിസിൻ പറയുന്ന സൂക്ഷ്മ ശരീരം ഇല്ല. സൈക്കോളജിയും പറയുന്നു സൂക്ഷ്മ ശരീരമില്ല. എന്നാൽ പാരാസൈക്കോളജി പറയുന്നു ഉണ്ട്. പക്ഷെ അവർക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സായിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഇതൊന്നും ഇന്ത്യക്കാർക്ക് കഴിയുന്നില്ല, ഫോറിനേഴ്സിനാണ് കഴിയുന്നത്. സത്യം. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സായിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം കുറേ ബോഡിയിൽ റിസർച്ച് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റും പൾസും നിന്ന് കഴിഞ്ഞാൽ എത്രയോ മിനിറ്റ് കഴിയുമ്പോൾ ബ്രെയിനിൽ നിന്നൊരു വളരെ സൂക്ഷ്മമായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് ആത്മാവായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ശരിക്കും സൂക്ഷ്മ ശരീരമാണ്. അതെ, സൂക്ഷ്മ ശരീരം. അതെ. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് സത്യാനന്ദ സരസ്വതി സ്വാമികൾ നമ്മുടെ ഈ പുരാണങ്ങളെയും മോഡേൺ സയൻസിനായിട്ട് കമ്പയർ ചെയ്ത് നടത്തിയ സ്പീച്ച് വളരെ രസകരമാണ്. വളരെ ഭയങ്കര മഹാപണ്ഡിതനാണ്. വിമാനത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം ഇനി എത്രയെണ്ണം കണ്ടുപിടിക്കാൻ കിടക്കുന്നു ഓരോന്നിനും. അതുപോലെ നമ്മളെ അറ്റോമിക് റിസർച്ച് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയതാണ്. അതേപോലെ തന്നെ മോഡേൺ വെപ്പൺസ് പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. അങ്ങനെ വളരെ നമ്മുടെ പുരാണങ്ങളാണ് ഇതിനെല്ലാം ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദങ്ങളും പുരാണം നമ്മളെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആചാര്യന്മാർ ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് ദർശിക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഇത് വിറ്റ് കാശാക്കും. അതുകൊണ്ടാണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം പല മെഡിസിൻ സിസ്റ്റവും ഇവിടെ ഉണ്ടെങ്കിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ശാസ്ത്രശാഖ ഉണ്ടായിരുന്നു. അത് പണ്ട് ക്യാൻസറിനെ വരെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ചികിത്സാ പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഡൽഹിയിലൊരു വൈദ്യൻ, അദ്ദേഹം മദൻ മോഹൻ മാളവികയെ അന്ന് ഇതുണ്ട്, അതായത് ഈ വയസ്സായവരെ ചെറുപ്പക്കാരാക്കുന്ന കായകൽപ്പ ചികിത്സ, അദ്ദേഹം മദൻ മോഹൻ മാളവിക കായകൽപ്പ ചികിത്സ ചെയ്തു. അപ്പോഴാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരം പൊടി പൊട്ടിയത്. അദ്ദേഹം ചാടിക്കളഞ്ഞ അവിടുന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല്ലിലായിരുന്നു ഒരു പല്ല് കുരുത്തു. ഒരു ഓൾഡ് ബ്രാഹ്മനാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടർ ഇതേപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് ഇവർക്ക് അവിടെ വെച്ച് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു. ഈ ഡോക്ടർ എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ ആയി. അന്ന് ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലാതെ വേറൊരു സിസ്റ്റം ഇല്ല, ഒരു സിസ്റ്റം ട്രീറ്റ്മെൻറ്റ് വന്നിട്ടില്ല. ഇന്ത്യയിലും അതേ ഉള്ളൂ. ഇന്ത്യയിൽ ഇപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ വന്നത് ഏകദേശം 90കളിലാണ് വന്നിട്ടുള്ളത്. അതിന് മുൻപ് വിദേശത്ത് കൊണ്ടുപോകണം. 90-ൽ ബോംബെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 3 ബെഡുള്ള ഒരു യൂണിറ്റാണ് ഇന്ത്യയിൽ ആദ്യം തുടങ്ങുന്നത്. അതിന് മുൻപ് ഇതൊക്കെ വിദേശത്ത് കൊണ്ടുപോകണം. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ ഡോക്ടർക്ക് ഈ അസുഖം വരുന്നത്. ഈ വൈദ്യൻ അത് ചികിത്സിച്ച് ഭേദമാക്കി കൊടുത്തു. പിന്നീട് സിനിമാ നടൻ സത്യന് ഈ അസുഖം വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മേടിച്ച് പലരും അവിടെ ഡൽഹി പോയി തിരക്കി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ വിദ്യ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതാണ് നമുക്ക് ഈ ആചാര്യന്മാർ പലരും പല കണ്ടുപിടുത്തങ്ങൾ നടത്തുമെങ്കിലും അടുത്ത തലമുറയ്ക്ക് അത് പകരാത്ത കാരണം ഇവർ വിറ്റ് കാശാക്കും. നമ്മുടെ ആചാര്യന്മാർ ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് ദർശിച്ച ഒരുപാട് കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. പക്ഷേ അടുത്ത തലമുറ എന്ന് പറയുന്ന പ്രോഫിറ്റ് മോട്ടീവാണ്. അവർ ആ ശാസ്ത്രത്തെ നിലനിർത്തി പോകാനല്ല ശ്രമിക്കുന്നത്. എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ വലിയവനാകാം. അതുകൊണ്ടാണ് ഭഗവാന് തന്നെ ഒരുപാട് കഴിവുകളുള്ളത് ആർക്കും പകർന്നു കൊടുക്കാത്തത്. അദ്ദേഹം ശിഷ്യനെ വയ്ക്കാത്ത കാരണവും തന്നെ അതാണ്. നാളത്തെ ശിഷ്യൻ എന്താകുമെന്ന് അദ്ദേഹത്തിന് അല്ല. ഇപ്പോഴത്തെ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സാറ്. മാതാ പിതാ ഗൂഗിൾ ദൈവം. ഗുരുവില്ല, ഗുരുവാണ് ഗൂഗിൾ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മാതാ പിതാ ഗൂഗിൾ ദൈവം. അപ്പോൾ ഗൂഗിളാണ് ഗുരു. അവർ ഗുരുവായിട്ട് കാണുന്നത് ഗൂഗിളിനെയാണ്. ഗൂഗിള് എന്ന് പറയുന്നത് അതെങ്കിലും വിവരമില്ലാത്തവൻ ഇതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന ചില മെസ്സേജാണ്. ആ കാര്യമല്ലേ വരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ പറഞ്ഞു നമ്മുടെ ആചാര്യന്മാർ തയ്യാറാക്കി വെച്ചിരുന്ന ചികിത്സാ വിധികൾ നേരത്തെ ഉണ്ട്. അതായത് ഇപ്പം അതൊക്കെ അന്യം നിന്ന് പോയി. ഈ നീറ്റുമരുന്ന്, കെട്ടുമരുന്ന് എന്ന് പറയുന്നത്
സംവിധാനമുണ്ട്. കെട്ടുമരുന്നെന്ന് പറയുന്നത് ഭൂമിയിൽ കുഴിച്ചിട്ട് പാചകം ചെയ്തെടുക്കുന്ന എനിക്കറിയാം. എത്രയോ തലമുറ കിടക്കണം. എനിക്കറിയാം. ഞാനീ പറയുന്ന ഡോക്ടറുടെ അച്ഛൻ ഒരു പേരുകേട്ട വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന് നാക്കിൽ ക്യാൻസർ വന്നു. അപ്പം റീജിയണൽ ക്യാൻസർ സെൻറ്റർ, അന്നത്തെ മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച്ഡ് റീജിയണൽ ക്യാൻസർ, അവിടെ പോയി ട്രീറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം വൈദ്യനാണ്, മകള് ഡോക്ടറാണ്, മകനും ഡോക്ടറാണ്. അവിടെ പോയി നാക്ക് കട്ട് ചെയ്യണം എന്നൊരവസ്ഥയിലായപ്പോൾ പറഞ്ഞു പറ്റില്ല, ചെയ്യില്ല. അവർ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ ചെന്ന് അവരുടെ പഴയ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് തപ്പി ഇതിനുള്ള പ്രതിവിധി കണ്ടെത്തി മകൻ ആ ഡോക്ടറിനോട് പറഞ്ഞതാണ്. എത്രയോ ആയിരക്കണക്കിന് രൂപ ചിലവാക്കിയ മരുന്നുകൾ കളക്ട് ചെയ്തു, അതിനെന്തൊക്കെയോ രൂപത്തിൽ ഫാം ചെയ്തിട്ട് ഏതോ തരത്തിൽ തീറ്റ കൊടുത്ത് വളർത്തിയ ഒരു കോഴി, ആ കോഴിയെ കീറി അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ മരുന്ന് എന്തൊക്കെയോ പ്രോസസ്സ് ചെയ്ത മരുന്നാണ് ഇതിലടച്ചിട്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കലം, അതിന് അതിൽ അടച്ചിട്ട് കാഞ്ഞര വിറകിൽ എത്രയോ ദിവസമായിട്ട് നീറ്റി, എന്നിട്ട് അതിനെ തണുക്കാനായിട്ട് എത്രയോ ദിവസം വീണ്ടും അനുവദിച്ചു. ചെമ്പ് കമ്പിയൊക്കെ ഇട്ട് നീറ്റുന്നത്. എന്നിട്ട് അതിനെ എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ഇങ്ങനെ ഒരു പാട പോലെ ഇരിക്കും ഒരു സാധനം, അതിനെ പതുക്കെ ചുരണ്ടിയെടുത്ത് അപ്പോൾ ഒരു 1-2 ഗ്രാമാണ് അത് കിട്ടുന്നത്. അതിനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇദ്ദേഹത്തിന് കൊടുത്തു. ആഴ്ചകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി. പിന്നെ ആ കാലഘട്ടത്തിൽ അറിയാവുന്ന ഇതേ അസുഖം വന്ന ആൾക്കാർക്കും അതെടുത്ത് ക്യൂർ ചെയ്യും. ലാസ്റ്റിൽ ഈ നീറ്റുമരുന്നിനെ കെമിക്കൽ എക്സാം ലാബിലേക്ക് അയച്ചു. അത് വെറും കാർബൺ കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട്. നീറ്റുമരുന്നിൻ്റെ കണ്ടന്റ് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. ഇന്ന് ആർക്കും അറിഞ്ഞും കൂടെ. സാറ് പറഞ്ഞ് ഇത് അദ്ദേഹം എന്നോട് വളരെ ഇതുപോലെ ഒരു ദിവസം മുഴുവനിരുന്ന് ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്നത് ഉണ്ടാക്കാൻ സാധ്യമല്ല, ആ സാധനങ്ങൾ കിട്ടാൻ നിവർത്തിയില്ല. അങ്ങനെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മുടെ ഋഷീശ്വരന്മാർ തയ്യാറാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ കഴിയാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അറിയുന്നതിനുള്ളൊരു വേദിയായി നമ്മുടെ ചിന്താലയ ആശ്രമം വളരണം. എല്ലാവരും അതിന് തയ്യാറാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും സമയം ഭഗവാനെ ഒരു ദിവസം കണ്ടിട്ടുള്ള ഒരാൾ ശരിക്ക് 1 മണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പറയണത് തന്നെ ഭഗവാന്റെ എത്ര കണ്ട് ഭഗവാന്റെ പറ്റിയുണ്ട്. അദ്ദേഹം ഭഗവാന്റെ ജീവസമാധി, അതായത് ആത്മലിംഗത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ വൈബ്രേഷൻ അത് അദ്ദേഹത്തിന് ലഭിക്കണമെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനുണ്ട്, മനസ്സ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അത് ഉൾക്കൊണ്ട് പോകാൻ സാധ്യമല്ല. അത് ഞാൻ വളരെ അടിവരായിട്ട് തന്നെ പറയണം. അത് സാറ് ഭഗവാന്റെ എന്ന് വെച്ചാൽ ഭഗവാൻ സാറിനെ കാണുന്നു എന്നാണ്. അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ കണ്ടതാണ്. ഭഗവാൻ ആ സമാധിയിൽ ഇരുന്നു കൊണ്ട് സാറിനെ ആ റേഡിയേഷൻ പാസ് ചെയ്താണ് സാറിലേക്ക് വന്ന് പെട്ടെന്ന് ഉണ്ടാവണേ. ഇതൊന്നും സാധാരണക്കാർക്ക് പറഞ്ഞാലോ അത് ഉൾക്കൊള്ളുന്നവർക്കേ മനസ്സിലാവുള്ളൂ, ഉൾക്കൊള്ളാനുള്ള മനസ്സ്. അപ്പോൾ ഇത്രയും സമയം ഭക്തർക്ക് വേണ്ടി അങ്ങ് വന്ന് ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടി ചിന്താലയ വിഷ്വൽ മീഡിയയുടെ പേരിൽ നന്ദി, നമസ്കാരം.